തിരുവനന്തപുരം ഗ്ലോബൽ കേരള ഇനിഷ്യേറ്റീവ് കേരളീയം സ്ഥാപക പ്രസിഡന്റും പ്രശസ്ത മാധ്യമ പ്രവർത്തകനുമായ ശ്രീ വി കെ മാധവൻകുട്ടിയുടെ സ്മരണാർത്ഥം ഓരോ വർഷവും അച്ചടി ദൃശ്യമാധ്യമങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കായി കേരളീയം അവാർഡുകൾ ഏർപ്പെടുത്തി 50,001 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. സാമൂഹ്യ പ്രതിബദ്ധത വിഷയമാക്കിയ റിപ്പോർട്ടുകളാണ് അവാർഡുകൾക്കുള്ള എൻട്രികളായി ക്ഷണിച്ചിരുന്നത്. ഈ എൻട്രികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 2023-ലെയും 2024-ലെയും അവാർഡുകൾക്കാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. ദൃശ്യമാധ്യമങ്ങളിലെ മികച്ച റിപ്പോർട്ടിനുള്ള 2003-ലെ അവാർഡ് മനോരമ ന്യൂസ് ചാനലിലെ BL അരുൺ കരസ്ഥമാക്കി. മനോരമ ന്യൂസ് തിരുവനന്തപുരം ബ്യൂറോയിലെ സീനിയർ കറസ്പോണ്ടന്റാണ് അരുൺ. 2023 ഒക്ടോബർ 15-ന് സംപ്രേഷണം ചെയ്ത നാടിനാകെ ശ്രേയസ്സായി ഗ്രേസ് സ്പോർട്സ് അക്കാദമി എന്ന റിപ്പോർട്ടാണ് അരുണിനെ അവാർഡിന് അർഹനാക്കിയത്. അച്ചടി മാധ്യമങ്ങളിലെ മികച്ച റിപ്പോർട്ടിനുള്ള 2023-ലെ അവാർഡ് ദീപിക ദിനപത്രത്തിലെ റിച്ചർഡ് ജോസഫ് കരസ്ഥമാക്കി. ദീപിക തിരുവനന്തപുരം ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടറാണ് റിച്ചർഡ്. ദീപിക ദിനപത്രത്തിൽ 2023 ജനുവരി 24 മുതൽ 28 വരെ തീയതികളിൽ പ്രസിദ്ധീകരിച്ച അപകടം ഈ മാലിന്യം എന്ന ലേഖന പരമ്പരയാണ് റിച്ചർഡ് ജോസഫിനെ അവാർഡിന് അർഹനാക്കിയത്. ദൃശ്യമാധ്യമങ്ങളിലെ മികച്ച റിപ്പോർട്ടിനുള്ള 2024-ലെ അവാർഡ് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലെ KM ബിജു കരസ്ഥമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് ബ്യൂറോയിലെ ചീഫ് റിപ്പോർട്ടറാണ് ബിജു. 2024 ആഗസ്റ്റ് 27-ന് സംപ്രേഷണം ചെയ്ത ഒരു വാഹനാപകടം റിപ്പോർട്ടാണ് ബിജുവിനെ അവാർഡിന് അർഹനാക്കിയത്. വർദ്ധിച്ചു വരുന്ന ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഒരു സാമൂഹിക പ്രശ്നമായി ഉയർന്നു വന്നു കഴിഞ്ഞുവെന്നും ഈ മാലിന്യത്തിന്റെ വിവിധ പ്രശ്നങ്ങളെ പ്രസ്തുത ലേഖനം വിശകലനം ചെയ്തിട്ടുണ്ടെന്നും ജൂറി വിലയിരുത്തി. അച്ചടി മാധ്യമങ്ങളിലെ മികച്ച റിപ്പോർട്ടിനുള്ള 2024-ലെ അവാർഡ് മെട്രോ വാർത്തയിലെ MD സന്തോഷ് കരസ്ഥമാക്കി. മെട്രോ വാർത്ത തിരുവനന്തപുരം ബ്യൂറോയിലെ അസോസിയേറ്റ് എഡിറ്ററാണ് സന്തോഷ്. മെട്രോ വാർത്തയിൽ 2024 ഡിസംബർ 24 മുതൽ 30 വരെ പ്രസിദ്ധീകരിച്ച മാറുന്ന പ്രകൃതി മാറേണ്ട നമ്മൾ എന്ന പരമ്പരയാണ് സന്തോഷിനെ അവാർഡിന് അർഹനാക്കിയത്. 2 വർഷങ്ങളിലെയും അവാർഡ് നിർണയ സമിതിയുടെ അധ്യക്ഷൻ ഞാനായിരുന്നു. ശ്രീമതി KR ബീന, ദൂരദർശൻ മുൻ ന്യൂസ് ഡയറക്ടർ, ശ്രീ രാജേഷ് പിള്ള, ACV ജനം TV മുൻ CEO, ശ്രീ C റഹീം, മുൻ പത്രപ്രവർത്തകനും സാഹിത്യകാരനും, ശ്രീ പ്രമോദ്, ഹിന്ദു എഡിറ്റോറിയൽ വിഭാഗം മുൻ അംഗവും UNDP കൺസൾട്ടന്റും എന്നിവർ 2023-ലെ അവാർഡ് നിർണയ കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു. ശ്രീമതി PR ശാരദ, ദൂരദർശൻ മുൻ ന്യൂസ് ഡയറക്ടർ, ശ്രീ KV സുധാകരൻ, ദേശാഭിമാനി മുൻ ഡെപ്യൂട്ടി എഡിറ്ററും മുൻ വിവരാവകാശ കമ്മീഷണറും, ശ്രീ R രാജഗോപാൽ, മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ടെലിഗ്രാഫ് ഡെയിലി, ശ്രീ എബ്രഹാം മാത്യു, കൈരളി TV മുൻ ബ്യൂറോ ചീഫും മാതൃഭൂമി മുൻ ലേഖകനും എന്നിവർ 2024-ലെ അവാർഡ് വിധി നിർണയ സമിതിയിൽ അംഗങ്ങളായിരുന്നു. അപ്പോൾ ഇത്തവണ 2 അവാർഡുകൾ ഒന്നിച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കാരണം ചില സാങ്കേതികമായ കാരണങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്ന ഹരിയുടെ മരണമൊക്കെ ഈ കാലയളവിലാണ് നടന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് പല ബുദ്ധിമുട്ടുകൾ നിലവിൽ നിന്നതുകൊണ്ട് ആ അവാർഡുകൾ കൃത്യസമയത്ത് പ്രഖ്യാപിക്കാനോ കൊടുക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. അതെല്ലാം കൂടി ഒന്നിച്ച് ഇത്തവണ ഞങ്ങൾ കൊടുക്കുകയാണ്. അത് എല്ലാ തവണയും നമ്മൾ തിരുവനന്തപുരത്ത് വെച്ചാണ് കൊടുക്കുന്നത്. അടുത്ത തവണ ഈ അവാർഡ് കൊടുക്കുന്നത്, ഈ 2 അവാർഡും ജനുവരി 10-ാം തീയതി എറണാകുളത്ത് വെച്ചാണ് നൽകുന്നത്. അവിടെ 2 മന്ത്രിമാർ, അല്ല ഒരു മന്ത്രിയും ഒരു പ്രതിപക്ഷ നേതാവും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പിന്നീട് തരും. അവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ 2 അവാർഡുകളും വിതരണം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഭൂപ്രദേശവും വ്യത്യസ്തമായ തീരുമാനങ്ങളും എടുത്തുകൊണ്ടാണ് ഇത്തവണത്തെ അവാർഡ് ഈ രീതിയിൽ ഒന്നിച്ച് പ്രഖ്യാപിക്കാൻ ഇടയായത്. അടുത്ത തവണ മുതൽ കൃത്യമായി തന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരിക്കലും സംഭവിച്ചു നമുക്കറിയാം, മറ്റേ കോവിഡ് വന്നപ്പോൾ അതുപോലെ തന്നെ 2 വർഷത്തെ ഒന്നിച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒഴിച്ചുകൂടാൻ വയ്യാത്ത എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവാർഡിൻ്റെ ആ സമയപരിധിയും കാലപരിധിയും ഒക്കെ മാറ്റാറുള്ളത്.
അത് ഉണ്ടാകാതിരിക്കാനായിട്ട് പരമാവധി പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ 2 വർഷത്തെ 23ലെയും 24ലെയും അവാർഡുകൾ ഒന്നിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. ഒട്ടും വൈകാതെ തന്നെ 25ലെ അവാർഡിന് കൊടുക്കുന്നതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റവും കൂടാതെ മാധവൻകുട്ടിയുടെ പേരിലുള്ള ഈ അവാർഡ്, മാധവൻകുട്ടിയായിരുന്നു ഈ സംഘടന ഉണ്ടാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത്. അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മാതൃഭൂമിയിലും ഒരു കാലത്ത് മാതൃഭൂമിയും മനോരമയും 2 പേരുകളാണ് നമ്മൾ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വായിക്കാറുള്ളത്. ഒന്ന് മാധവൻകുട്ടിയും കെ മാധവൻകുട്ടിയും, മറ്റത് മനോരമയിലെ ഷേണായി. ഇങ്ങനെയൊക്കെയായിരുന്നു പത്രം വായിച്ചുകൊണ്ടിരുന്ന പഴയ തലമുറയിലുള്ള ആളുകൾക്ക് അറിയാവുന്നു. അവരുടെ പേരിൽ ടി വി ആർ ഷേണായുടെ പേരിൽ എറണാകുളത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് കെ മാധവൻകുട്ടിയുടെ പേരിൽ ഇത് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഓർഗനൈസേഷൻ കേരളീയം എടുത്തിട്ടുള്ള എഫർട്ട് ചെറുതൊന്നുമല്ല. ഇതിന് മുമ്പ് അത് ഡൽഹിയിൽ നടത്തിയെങ്കിലും പിന്നീട് അത് നമുക്ക് അവിടെ വെച്ച് ഒരു പ്രാവശ്യം കൂടി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ എറണാകുളത്താണ് ഇതിൻ്റെ ഒരു അവാർഡ് ദാന ചടങ്ങ് നടത്താൻ പോകുന്നത്. അതിലിപ്പോൾ നിങ്ങളെ ഒന്നും ഇവിടെ നിന്ന് വിളിക്കേണ്ട കാര്യമില്ല, നിങ്ങളെ അറിയിക്കുകയാണ്. അവിടെ ആയിരിക്കുന്ന അടുത്ത ജനുവരി 10-ാം തീയതി ഈ 2 അവാർഡുകളും കൊടുക്കുക എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെ, ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് ഹോം മെയ്ഡ് വൈനും ഇപ്പോൾ ഇവിടെയുണ്ട്. ഇത് ചെറിയൊരു കടയാണ്, കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.